അപ്പോളേ ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ നരകത്തിലാണ്. അല്ല മുത്തോ, ഞാൻ നരകത്തിലാണ്. അതേമാതിരി ഇന്നെ തൊടാൻ പാടില്ല, എൻ്റെ അയലത്ത് കൂടെ പോകാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ച നടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്നും അല്ലാതാക്കണം. ഇതുപോലത്തെ കുറച്ച് നായ്ക്കളെ ഞാൻ വളർത്തുന്നുണ്ട്. ഞാൻ നായ്ക്കളെ തൊടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നരകത്ത് പോവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇന്നെ തൊടാൻ പാടില്ല, എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ മതപരമായിട്ടുള്ള ഞാൻ പഠിച്ച കാര്യം എന്താ വെച്ചാൽ നായി ഹറാമാണെന്നാണ് പറയുന്നത്. നായി ഹറാമല്ല, നായി നജസ്സാണ്. നജസ് എന്ന് പറഞ്ഞാൽ കെയ്യാൻ പോകേണ്ട സാധനമാണ്. അത് അതിൻ്റെ രീതിക്ക് കുളിച്ച് കഴുകി കഴിഞ്ഞാൽ പോകുന്ന സംഭവമാണ്. അതിന് നായിനെ വളർത്തി അടിച്ചിട്ട് ഞാൻ നരകത്ത് പോകും എന്നുള്ള സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മളെ മതപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ ഈ ആൾക്കാരെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നാണ് കുറ്റം പറയുന്നുണ്ടല്ലോ. ഈ കുറ്റം പറയാൻ പാടില്ലല്ലോ. നമ്മളെ മതത്തിൽ ഏറ്റവും വലിയ തെറ്റെന്താ? കുറ്റം പറയും. അങ്ങനെ കുറ്റം പറയേണ്ട കാര്യം തന്നെ തെറ്റല്ലേ? അപ്പോൾ ഞാൻ നായിനെ വളർത്തിയിട്ട് ഞാൻ നരകത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു മിണ്ടാപ്രാണിക്ക് തിന്നാൻ കൊടുത്തുകയാണ് ഞാൻ നരകത്ത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം പുറമക്കാർക്ക് എന്തിനാണ് ഈ ചൊറിച്ചില്ല? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മതപരമായിട്ട് ഏറ്റവും വലിയ തെറ്റാണ് ഈ കള്ളുകുടി. ഈ കള്ളുകുടി തെറ്റാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ നാട്ടിലത്തെ ആളുകളെ കള്ളു കുടിക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ച് വെച്ചിട്ട് സംസാരിച്ച് ഓല നന്നാക്കാൻ നോക്കി. എന്നിട്ടല്ല നിങ്ങൾ പുറത്തുള്ള ഇന്നൊക്കെ നന്നാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നായ് വളർത്തൽ ഒരിക്കലും വളർത്താൻ പറ്റില്ല എന്ന് നമ്മളെ മതത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ അതിനെപ്പറ്റി അറിയേണ്ടവരോട് ചോദിച്ചപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ മതത്തിൽ നായനെ വളർത്തുന്നതിന് തെറ്റില്ല, ഇത് നജസാണ്, കെയ്യാൻ പോവും, അത്രേ ഉള്ളൂ. അപ്പം ചില ആളുകൾ വർത്താനം കേട്ടാൽ ദൈവം ഓലെ ഏൽപ്പിച്ചിക്കാണ്, സ്വർഗത്തേക്ക് ഇത്ര ആളെ കൊണ്ടുപോകുമോ, നരകത്തേക്ക് ഇത്ര ആളെ. ഓലെ വർത്താനം കേട്ടാൽ ഓലൊക്കെ സ്വർഗത്തേക്ക്, നമ്മളൊക്കെ നരകത്തേക്ക്. അങ്ങനെയൊന്നും ആരും ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ സ്വർഗത്ത് പോവോ, നിങ്ങൾ സ്വർഗത്ത് പോവോ, നരകത്ത് പോവാക്കെ ദൈവത്തിനെ അറിയുള്ളൂ. അപ്പോൾ നായനെ വളർത്തിയിട്ട് ഞാൻ നരകത്ത് പോവുകയാണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്, നിങ്ങൾ ബേജാറാവണ്ട. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞില്ല, ഈ ഓരോരോ തെറിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയേണ്ട ആൾക്കാർ ഓൻ നരകത്തിലേക്കാണ്. ഈ തെറി പറഞ്ഞവനല്ല ആദ്യം നരകത്ത് കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അവനവൻ്റെ കാര്യം നോക്കി പോവുക. മനസ്സ് നന്നായാൽ മതി, ദൈവം സ്വർഗത്തിലിടും. അല്ലാതെ മനസ്സ് നന്നാവാതെ കുറേ അങ്ങനെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് നടന്നുകൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോകാൻ പറ്റും നിങ്ങൾ വിചാരിച്ചണ്ട. ഞാൻ പറഞ്ഞില്ലേ, നായ് വളർത്തിയിട്ട് നരകത്ത് പോവുകയാണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. അപ്പോൾ എൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ആരും ബേജാറാവണ്ട. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കാര്യമായിട്ട് പോയി.